कहने के लिए हमारे पास ये है कि परमेश्वर हमें चला रहा है, उसने हमारी सहायता करी, हमारी मदद करी है। ये हमारी एक गवाही है। സമയത്തിന്റെ കുറവിനാൽ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 1 and 2. അതിനുശേഷം അബ്രാഹാം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അത്ഭുതത്താൽ അതിന് അബ്രാഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി നിർദ്ദേശക്കാരനായ ഈ ഏലിയാസ് പറഞ്ഞു. हिंदी में पढ़ी. इन बातों के पश्चात यहोवा को ये वचन दर्शन में अब्राहम के पास पहुंचा कि हे अब्राहम, मत डर, तेरी ढाल और तेरा अत्यंत बड़ा फल मैं हूँ। अब्राहम ने कहा, हे प्रभु यहोवा, मैं तो निर्वंश हूँ और मेरे घर का वारिस ये दमश्की एलियाजर होगा, सो तू मुझे क्या देगा? വളരെ അനുഗ്രഹീതമായ ഒരു വേദവാക്യമാണ് നാം അല്പസമയത്തെ ധ്യാനത്തിനായി വായിച്ചത്. और काफी एक अनुग्रहित वचन है जो कुछ समय के मनन के लिए हमने इस परमेश्वर के वचन से पढ़ा। ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്ക് മാത്രം ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തോ ചില കാര്യങ്ങൾ ഓർപ്പിച്ചോ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. और परमेश्वर ने यहोवा ने जो अब्राहम को अपने वाचा दिया है या फिर वाचा का जो वचन दिया है, उस विषय में ध्यान रखते हुए जल्द से इस वचन को बताना चाहूंगा। മലയാളത്തിൽ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. और यहाँ पे इस प्रकार लिखा है कि मैं तेरी ढाल और तेरा अत्यंत बड़ा प्रतिफल मैं ही हूँ। ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിൽ നമുക്കും ആവശ്യമായിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് പരിച അല്ലെങ്കിൽ സംരക്ഷണം. और इस समय में जब ऐसा मुसीबत के दौर से गुजर रहे, हमारे लिए भी सबसे जरूरी एक बात है और वो है उसकी ढाल या फिर उसका वो आश्रय। വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ പഴയ പുതിയ നിയമങ്ങളിലായി പരിച എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. और नए नियम और पुराने नियम में पवित्र शास्त्र में देख सकते हैं इस ढाल के विषय में बताया गया है। ചില അർത്ഥങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആ വാക്കിന്. और उसके कई अर्थों को भी हम इन वचनों में देख सकते हैं। ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി പരിച എന്ന പദം ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर के छुड़ाए जाने के चिन्ह के रूप में भी इस ढाल को बताया गया है। ഉദാഹരണമായി 18-ാം സങ്കീർത്തനം അതിന്റെ 35-ാമത്തെ വാക്യം വായിക്കാം. Psalms 18 verse 35. നിന്റെ രക്ഷ ഭജന എന്ന പരിസ്ഥിതി എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ അഭയവനാക്കിയിരിക്കുന്നു. भजन संहिता 18 की 35. तूने मुझको अपने बचाव की ढाल दी है, तू अपने दाहिने हाथ से मुझे संभाले हुआ है और मेरी नम्रता में महत्व दिया है. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന്റെ വാക്കുകളാണ് ഈ 18-ാം സങ്കീർത്തനം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. परमेश्वर के इच्छानुसार चलने वाले दाऊद ने, जिसने ये भजन लिखा है, उसके वचनों को हम देख सकते हैं इस भजन 18 उसके 35 में. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിന്റെ രക്ഷ എന്ന പരിചയം എനിക്ക് തന്നിരിക്കുന്നു. और यहाँ पे लिखा अपने बचाव की ढाल जो है तूने मुझे दी है. രക്ഷ എന്ന വാക്കിന് അല്ലെങ്കിൽ രക്ഷ എന്ന വാക്കിന് പരിച എന്നവിടെ അർത്ഥമാക്കുകയാണ്. और वहां पे उसको जो बचाव के लिए, जो रक्षा के लिए जो दिया गया है, वो एक ढाल के विषय में है. അബ്രഹാമിനോടുള്ള ബന്ധത്തിലും നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത് ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പരിചയാകുന്നു. और अब्राहम के विषय में यहोवा इस प्रकार कहता है कि मैं तेरी ढाल हूँ. അതുപോലെ അബ്രഹാമിന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് താൻ തന്റെ സ്നേഹിതനോട്, തന്റെ പ്രിയപ്പെട്ടവരോട് ദയാലുവായിരുന്നത് കൊണ്ട് ദൈവം അബ്രഹാമിനോട് ദയാലുവാകുന്ന ഒരു ഭാഗമായി നമുക്കത് കാണുവാൻ കഴിയും. अब्राहम के विषय में यदि हम देखें तो अपने प्रिय लोगों के प्रति दयालु होने के कारण यहोवा उसके प्रति दया रखता था या दयालु था. അത് കണ്ടിട്ട് സോദം രാജാവ് അവനെ അനുഗ്രഹിക്കുവാൻ വരുമ്പോൾ അബ്രഹാം പറയുകയാണ്, എനിക്ക് യാതൊന്നും നിന്റേതായിരിക്കുന്ന നീ അനുഗ്രഹിച്ചു എന്നുള്ള യാതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല.
ये देख जब सोदोम राजा उसे अनुग्रहित करने आता है, तब अब्राहम उससे कहता है, मुझे तेरे पास की कोई भी वस्तु या अनुग्रहित कोई भी वस्तु उसके पास नहीं होनी चाहिए। ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹത്തെ കുറിച്ച് അബ്രഹാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ലഭിക്കുന്നതല്ല അനുഗ്രഹം, വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രാപിക്കേണ്ടതാണ് അനുഗ്രഹമെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞിരുന്നു. अब्राहम जो है वो उसके सही दृष्टिकोण थी और वो जानता था कि परमेश्वर का अनुग्रह जो है वो ये इस पृथ्वी पर नहीं, लेकिन एक बहुत बड़ी आशीष और अनुग्रह जो आने वाली है। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ കോവിഡ് എന്ന മഹാമാരി ലോകവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനയുണ്ടോ? ദൈവമേ, നീ എനിക്ക് പരിചയമായിരിക്കണമേ. इस संसार में जब इस वक्त कोविड जिस प्रकार फैल रहा है, उस वक्त मेरे और आपके लिए एक ही विषय है प्रार्थना करने के लिए, और कि हम कह सके कि हे परमेश्वर तू मेरी ढाल बन। പുതിയ നിയമത്തിൽ അതിന് ഗ്രീക്ക് ഭാഷയിൽ തുറയോസ് എന്ന പദമാണ് പരിചയ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. തുറയോസ്. और ग्रीक भाषा में हम जो ढाल है उसके विषय में तुरियोस करके एक जो शब्द है वो आया है। അതിനർത്ഥം എന്ന് പറയുന്നത് ഗുഹയുടെ പ്രവേശന കവാടം അടയ്ക്കുന്ന കല്ലിനെയാണ് വിശേഷിപ്പിക്കുന്നത്. और उसका अर्थ इस प्रकार से बताया गया है कि गुफा को ढकने वाला जो बड़ा पत्थर होता है वो। നമുക്കറിയാം, യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തതായ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ല്, ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം 20ഓളം അധികായന്മാർ, ശക്തന്മാർ പിടിച്ചു വയ്ക്കുന്ന ഒരു കല്ലാണ്. ആ കല്ലിലൂടെ മറ്റൊന്നിനും ഇറങ്ങുവാനോ കയറുവാനോ കഴിയത്തില്ല. और प्रभु यीशु मसीह के विषय में भी हम देख सकते हैं कि उनकी कब्र पे रखे हुए उस पत्थर को जो लुढ़का के गया था, लगभग 20 लोगों की एक जरूरत होती है उस पत्थर को वहां से सरकाने के लिए। ആ നിലയിലുള്ളതായ ഒരു കല്ലിനെയാണ് പിൽക്കാലങ്ങളിൽ ഒരു പടിയാളിയുടെ ശരീരം മുഴുവൻ സംരക്ഷിക്കുന്ന പേരിനായി പരിച എന്ന് ഉപയോഗിച്ചു വരുന്നു. और उसी पत्थर को आज के समय में हम देख सकते हैं परमेश्वर के लोगों को बचाए रखने के लिए जो ढाल के शब्दों को इस्तेमाल किया गया है। അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായ ഒരു പ്രതിരോധ ആയുധമാണ് പരിചയം എന്നുള്ളത്. और एक विश्वासी के रूप में अगर देखा जाए तो सबसे एक सुरक्षात्मक एक ढाल या एक सुरक्षा है जो विश्वासियों को दिया गया है। ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന ഉണ്ടാകണം. ദൈവമേ, നീ എനിക്ക് പരിചയമായിരിക്കണമേ. तो एक विश्वासी होने के नाते आज ये हमारी प्रार्थना हो जाए कि हे परमेश्वर तू मेरी ढाल बन के रहे। ഈ കാലഘട്ടങ്ങളിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നമുക്കെതിരായി വരുന്നതായ സകലത്തെയും തടയുന്ന ഒരു പരിചയമായി ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളണം. और इस मुसीबत के समय में जो हमारे सामने जो मुसीबतें आती है, ये ढाल जो है वो हमारे लिए एक सुरक्षा का कारण बने और वो उसे रोकने पाए। ഈ COVID-19 എന്നതായ വൈറസ് നമ്മെ തൊടാതെ വണ്ണം, നിരാശയുടേതായിരിക്കുന്ന വാക്കുകൾ നമ്മെ ഏശാതെ വണ്ണം, ദുഷ്ടങ്ങളിൽ നിന്ന് വരുന്ന തീയമ്പുകൾ നമ്മുടെ മേൽ ഏൽക്കാതെ വണ്ണം ഈ പരിച നമുക്ക് തണലായിരിക്കണം, നമുക്ക് താങ്ങായിരിക്കണം. कोविड के वायरस हमसे दूर रहे, निराशा के शब्द हमें जो है चुभने ना पाए और दुष्टों के तीर हमें कभी हानि ना पहुंचाए। ये ढाल हमें सुरक्षित रखे और हमें थामे रहे। ഇന്ന് പകൽ കേട്ടതുപോലെ സങ്കീർത്തനത്തിലൂടെ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് പരിചയമായി നിലകൊള്ളും. और जैसा आज हमने भजन के समय में सुना, बताया गया कि जब हम परमेश्वर के लिए विश्वास योग्य रहते हैं, परमेश्वर हमें हमारे ढाल बन के रहता है। ഇവിടെ ഹല്ലേലൂയ, ഈ രാജാവിനാൽ ഒരു അനുഗ്രഹം വേണ്ട എന്ന് ചിന്തിച്ച അബ്രഹാമിന് ദൈവം ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. यहाँ पे अब्राहम ने जो सोचा कि इस राजा से अनुग्रह नहीं चाहिए, उसे यहोवा ने दर्शन दिखाया। സോദം രാജാവിനോട് അബ്രഹാം ദയ കാണിച്ചത് ദൈവം തന്നെ പിന്നീട് അനുഗ്രഹിക്കും എന്നൊരു കാഴ്ചപ്പാടിലല്ല, ന്യായമായ നിലയിൽ ഒരു ദയയാണ് അബ്രഹാം കാണിച്ചത്. और सोदोम राजा को परमेश्वर बाद में उसके ऊपर दया करेगा इस विषय में नहीं, लेकिन न्याय के अनुसार अब्राहम ने उस विषय में उसको बताया। എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ വന്നിട്ട് അവന്റെ പേർ വിളിക്കുകയാണ് ഇവിടുന്ന് വായിച്ചത്. അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പെടുന്നത്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. और उसके बाद परमेश्वर का जो वचन है वो उस तक पहुंचा। परमेश्वर ने उसके साथ एक वाचा बांधी और इस प्रकार कहा कि हे अब्राहम मत डर, तेरी ढाल और तेरा अत्यंत बड़ा प्रतिफल मैं हूँ। സർവ സൃഷ്ടിയുടെയും ഉടയവനായ കർത്താവ് അബ്രഹാമിനെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ അതിൽ തന്നെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുകയാണ്.
सारी सृष्टि पे अधिकार रखने वाले परमेश्वर यहोवा ने जब उसका नाम पुकारा तब उसी वक्त वो वहां पे अनुग्रहित हो गया। അതുകൊണ്ട് ദിവസങ്ങളിൽ നാം വിശ്വസ്തരായി നിലകൊള്ളുമ്പോൾ ദൈവം നമുക്ക് ഏത് പ്രതിസന്ധിയുടെയും ഏത് പ്രതികൂലത്തിന്റെയും ഏത് രോഗത്തിന്റെയും നടുവിൽ അവൻ നമുക്ക് പരിചയമായി നിലകൊള്ളും। दिनों जब हम विश्वास में बने रहते हैं, वह किसी भी प्रतिकूल की अवस्था क्यों ना हो, कैसी भी बीमारी क्यों ना हो, उसके बीच में वो हमारा सहारा, हमारी ढाल है। ആർക്കാണ് ദൈവം പരിചയമായി വെളിപ്പെടുന്നത്? किन लोगों के लिए है जो परमेश्वर ढाल है या उनका सहारा है? വായിക്കാൻ നമുക്ക് ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം അതിന്റെ 31 2 സാമുവേൽ chapter 22 verse 31। दूसरा शमूएल 22वां अध्याय उसका 31वां वचन। ദൈവത്തിന്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു। ईश्वर की गति खरी है, यहोवा का वचन ताया हुआ है, वह अपने सब शरणगतों की ढाल है। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു। और यहाँ पे वचन कहता है वो अपने सब शरणागतों की ढाल है। ദൈവത്തിന്റെ ജനമേ ദിവസങ്ങളില് ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷകള് നമ്മുടെ ആശ മുഴുവനും ദൈവത്തിങ്കലായിരിക്കട്ടെ। के लोगों, इन दिनों हमारी आशा, हमारी उम्मीदें और सब कुछ सिर्फ परमेश्वर की ओर होने पाए। വളരെ കൃത്യമായിട്ടാണല്ലോ കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടുള്ളത്, നിന്റെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല എന്ന്। और यहाँ पे हम देख सकते हैं परमेश्वर का वचन इस प्रकार कहता है, तेरे सर के बाल भी मेरे उसके जाने बगैर नहीं गिर सकते। നീ ഏത് കാലഘട്ടം വരെ ജീവിക്കണമെന്നുള്ളത് എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിട്ടുള്ളതാണ്। और आप कितने वर्ष तक जिएंगे, आपकी आयु कितनी है, परमेश्वर की उस किताब में लिख रखा है। അപ്പോസ്തലനായ യോഹന്നാനെ കൊണ്ട് ഒരു വെളിപ്പാട് പുസ്തകം എഴുതിക്കുവാൻ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ ഏത് തിളച്ച എണ്ണയ്ക്കകത്തും ഏത് പത്മോസിലേക്ക് നാട് കടത്തിയാലും സുരക്ഷിതമായി മടക്കി വരുത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം। यूहन्ना प्रेरित द्वारा प्रकाशित वाक्यों को लिखवाने के विषय में परमेश्वर द्वारा अगर निश्चित किया गया है, तो यदि उसके ऊपर तेल छिड़का गया हो, पद्मोस टापू से निकाला ही क्यों ना गया, वापस सुरक्षित लाने में उसे सामर्थ्य रखने वाला हमारा परमेश्वर है। തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാണ്। जितने भी उसकी शरण में आए वो उनके लिए शरण स्थान और उनके लिए एक ढाल है। നാം വായിച്ച ആദ്യത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിന്റെ പരിചയമാണെന്ന്। पढ़े हुए वचन में हम पहले ही देख सकते हैं परमेश्वर स्वयं कहता है कि मैं तेरी ढाल हूँ। ദൈവജനമേ, നമ്മെ തകർച്ചു കളയുവാൻ എന്നെയും നിങ്ങളുടെ ജോലി സ്ഥലത്ത് താമസിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ മുഖത്ത് പട്ടണത്തിന്റെ നടുവിൽ തകർത്തു കളയുവാൻ ശത്രു പല പ്രാവശ്യം പരിശ്രമിച്ചു। हमारा नाश करने के लिए मुझे और आपको हमारे कार्य क्षेत्र में जहां हम रहते हैं, सेवकाई में, समूह के बीच में नष्ट कर देने के लिए शत्रु कई बार कोशिश किया है। എന്നാൽ ഇതൊന്നും നാം അറിഞ്ഞില്ല। കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ അടുക്കലേക്ക് എത്താതെ വണ്ണം നമ്മെ പരിപാലിച്ച, നമ്മെ സൂക്ഷിച്ച ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്। लेकिन ये सब हम पता तक नहीं चला। उसका कारण आपको मैं बताऊं, हमको वो सारी बातें छू भी ना पाए। ऐसी सुरक्षा देने के लिए हमारा एक परमेश्वर हमारे साथ था। ഭക്തനായ ദാവീദ് തന്നെ ഭവനത്തിൽ പോലും സുരക്ഷിതനല്ലായിരുന്നു। ഭക്തനായ ദാവീദ് തന്റെ ഭവനത്തിൽ പോലും താൻ സുരക്ഷിതനല്ലായിരുന്നു। और जो दाऊद है वो भी अपने उस भवन में सुरक्षित नहीं था। ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 2 Samuel chapter 17 verse 1। दूसरा शमूएल 17 അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 10,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ കൊണ്ടുവരട്ടെ। फिर अहीतोपेल ने अबशालोम से कहा, मुझे 12,000 पुरुष छांटने दे और मैं उठकर आज ही रात को दाऊद का पीछा करूंगा। ദാവീദിന്റെ മകനായ അബ്ശാലോമിനെ കൊണ്ട് തന്നെ ദാവീദിനെ കൊല്ലിക്കുവാൻ അഹീതോഫേൽ ആലോചന പറയുകയാണ്। और दाऊद के पुत्र अबशालोम के द्वारा ही उसका घात करने के लिए अहीतोपेल उसके पास आता है। നമ്മളൊരു 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവിക ആലോചന പോലെ ഒത്തുവരുമായിരുന്നു।
और उसके उसमें हम देख सकते 23 में जिस प्रकार से वो सम्मति कर रहा था या फिर उसका जो योजना बना रहा था वो परमेश्वर की योजना के अनुसार ही था। എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അഹിതോഫലിന്റെ ആലോചനയെ വ്യക്തമാക്കി കളയണമേ. और उस वक्त हम दाऊद को देख सकते हैं वो इस प्रकार से प्रार्थना करता है कि अहीतोपेल की जो सम्मति या फिर जो उसकी युक्ति है वो नाश होने पाए। ദൈവമേ ഞാനും നിങ്ങളും സുരക്ഷിതരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദിവസം വരെ നിശ്ചയിക്കപ്പെട്ട സമയം വരെ ഞാൻ നിങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്. यदि परमेश्वर ने निश्चित किया है या तय किया है कि मुझे और आपको सुरक्षित रखना है तो परमेश्वर ने जितने भी दिन तय कर रखे हैं उतने दिन तक वो मुझे और आपको सुरक्षित रखेगा। കാരണം ദാവീദിന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. क्योंकि दाऊद के जीवन में उस प्रकार के अनुभव हो चुके हैं या हुए हैं। നമുക്ക് വായിക്കും 1 Samuel 17 verse 45 and 6. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി നിന്റെ നേരെ വരുന്നു. ഞാനോ നിന്നിട്ടുള്ള ഇസ്രായേൽ നിലവിലുള്ള ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യരുടെ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. दाऊद ने पलिश्ती से कहा, तू तो तलवार और भाला और सांग लिए हुए मेरे पास आता है, परंतु मैं सेनाओं के यहोवा के नाम से तेरे पास आता हूँ, जो इस्राएली सेना का परमेश्वर है, और उसी को तूने ललकारा है। आज के दिन यहोवा तुझको मेरे हाथ से कर देगा। मैं तुझको मारूंगा और तेरा सर तेरे धड़ से अलग करूंगा, और मैं आज के दिन पलिश्ती सेना के लोटे आकाश के पक्षियों और पृथ्वी के जीव जंतुओं को दे दूंगा। तब समर्थ पृथ्वी के लोग जन लेंगे कि इस्राएल में एक परमेश्वर है। തന്നെ ശരണമാക്കുന്ന ഏവർക്കും യഹോവ പരിചയം ഇവിടെ വാക്യം വായിച്ചത് നാം കേട്ടു. और जो हमने यहाँ पे पढ़ा, जितने उसके शरणागत है उसकी शरण लेते परमेश्वर उनकी ढाल है। ഇസ്രായേലിനെ മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന യുദ്ധത്തിനായി പോർവിളിക്കുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കേണ്ടത്. इसराइल के समक्ष अन्य जातियों से गोलियत युद्ध में उनको ललकारता है या पुकारता है, ऐसा हम इस भाग में पढ़ते हैं और देख सकते हैं। ദാവീദ് തന്റെ ശത്രുവായ ഫെലിസ്തീനായ ഗോലിയാത്തിനെ നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ വിവിധ ആയുധങ്ങൾ, വാളുണ്ട്, കുന്തമുണ്ട്, വേലുണ്ട്, ഇങ്ങനെ പലതും അവന്റെ കൈവശമുണ്ട്. और जब दाऊद उस पलिश्ती को देखता है तो उसके हाथों में तलवार, भाला और सांग इस प्रकार के कई उस हथियारों को देखता है। എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ പറഞ്ഞത്, ഈ പറയപ്പെട്ട യാതൊരു വിധ ആയുധങ്ങളും മല്ലനായ നിന്നെ കൊല്ലുവാൻ എന്റെ കൈവശമില്ല. लेकिन दाऊद ने परमेश्वर के समक्ष इस प्रकार कहा, ये सारे हथियार तुझे नाश करने के लिए मेरे पास नहीं है। ഈ രണ്ട് കൈയിലും ഗോലിയാത്തിന്റെ രണ്ട് കൈയിലും വിവിധങ്ങളാകുന്ന ആയുധങ്ങളുമായിട്ടാണ് കൊച്ചു ബാലകനായ ദാവീദിന്റെ അടുക്കലേക്ക് ഇവൻ കടന്നു വരുന്നത്. गोलियत अपने हाथों में सारे हथियारों को लेकर वो बालक दाऊद के समक्ष आता है। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ മല്ലനായ ഗോലിയാത്തിനെ അല്ല ദാവീദ് കാണുവാൻ ഗുണമുടിയായിത്തീർന്ന തനിക്ക് മുൻപിൽ പരിചയമായിരിക്കുന്ന ദൈവത്തെയാണ് ദാവീദ് ഉയർത്തുവാനിടയായത്. और उस वक्त दाऊद उस गोलियत को नहीं देखता, लेकिन अपने नजदीक परमेश्वर जो उसकी ढाल बन के खड़ा है वो उसे देखता है। എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ തനിക്കെതിരെ കടന്നു വന്ന പ്രതികൂലത്തെ അല്ല ദാവീദ് വലുതായി കണ്ടത്, മറിച്ച് തന്നോടുകൂടിയുള്ള തന്റെ ദൈവത്തെയാണ് അവൻ വലിയവനായി കണ്ടത്. जैसे कई बार मैंने पहले भी बताया कि उसके सम्मुख आते उन विपत्ति को या फिर उस गोलियत को उसने नहीं देखा, लेकिन अपने नजदीक खड़े परमेश्वर को जो उन सबसे बड़ा है उसको देखा। ദാവീദ് ഗോലിയാത്തിനെ നോക്കുമ്പോൾ യാതൊരു വിധത്തിലും അവന് ഒന്നും ചെയ്യുവാൻ ഒരു മാർഗവുമില്ല. और जब दाऊद गोलियत को देखता है, किसी भी तरह से उसे हानि पहुंचाने लायक कोई रास्ता या उपाय नहीं है। കാരണമെന്ന് പറയുന്നത്, ഈ ഗോലിയാത്തിന്റെ കയ്യിലുള്ള ആയുധമുണ്ട്, അവന്റെ മുൻപിൽ ഒരുവൻ പരിചയം വിളിച്ചുകൊണ്ട് നടക്കുകയാ. क्योंकि जब गोलियत के हाथ में सारे हथियार हैं, उसके आगे एक व्यक्ति एक ढाल लेके भी खड़ा है। അവന്റെ മുൻപിൽ നടക്കുന്ന പരിചയം വിളിച്ചവനെ ദാവീദിന് കാണാം, പക്ഷേ ദാവീദിന്റെ മുൻപിൽ പരിചയമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഗോലിയാത്തിനെ കാണുവാൻ കഴിഞ്ഞില്ല.
और गोलियत को जब उसके पास ढाल है वो उस दाऊद को देख सकता है, लेकिन दाऊद के आगे जो परमेश्वर जो ढाल बन के खड़ा है उसे गोलियत नहीं देख सकता, ना देख पाया। ദാവീദ് നോക്കിയപ്പോൾ അവന്റെ നെറ്റിയിൽ ഒരു അല്പഭാഗം മാത്രം ഹല്ലേലൂയ ദൃശ്യമായി അവന് കാണുവാൻ കഴിഞ്ഞുള്ളൂ. और जब दाऊद ने देखा तो गोलियत के माथे पे थोड़ी सी उसको जगह दिखी जहां पे वो उसको देख पाया। ദാവീദ് തന്റെ കയ്യിലുള്ളതായ മിനുസമായ ആ 5 കല്ലുകളിൽ ഒന്നെടുത്ത് ഗോലിയാത്തിന് നേരെ എറിയുവാനിടയായി തീർന്നു. और जो 5 पत्थर गोलियत दाऊद ने लिया था गोलियत को मारने के लिए, उसमें से एक उठा के उसने गोलियत को मारा। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ ഹല്ലേലൂയ നിനക്ക് പ്രതികൂലങ്ങൾ കുറവായിരിക്കത്തില്ല, നിനക്ക് പ്രതിസന്ധികൾ കുറഞ്ഞു പോകത്തില്ല. നീ ഒരു ദൈവ പൈതലാണ്, നിനക്ക് അഭിഷേകമുണ്ട്. അതുകൊണ്ട് ശത്രു ശക്തനായി നിന്റെ മുൻപാകെ കടന്നു വരും. मुझे सुनने वाले परमेश्वर के जन, आज की सुबह हो सकता है आपके जीवन में प्रतिकूल अवस्थाएं, विपरीत परिस्थितियों की कमी ना हो, पर आपके परमेश्वर के जन है, इसलिए शत्रु पूरी शक्ति के साथ आपके सामने आ भी सकता है। എന്നാൽ അവിടെയെല്ലാം നിന്നെ സഹായിപ്പാൻ നിന്റെ ദൈവം നിന്നോട് കൂടി ഉണ്ടെന്ന് ഇന്ന് പകൽ നീ മറന്നു പോകരുത്. और उनके बीच में आप कभी भी हारेंगे नहीं, इस बात को कभी नहीं भूलना, क्योंकि परमेश्वर आपकी ढाल बन के आपके साथ है। 5 കല്ലുകൾ ദാവീദിന്റെ കയ്യിലുണ്ടെങ്കിലും ഒരു കല്ലിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നു. 5 पत्थर उसके पास थे, लेकिन सिर्फ एक ही उसने उपयोग आया क्योंकि परमेश्वर उसके साथ था। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം, ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ടോ എന്നെ തകർക്കുവാൻ, എന്റെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ, ഹല്ലേലൂയ എന്റെ നന്മയെ തടയുവാൻ, എന്റെ ഉയർച്ചയെ തടയുവാൻ ശത്രു ശ്രമിക്കുന്നതിൽ നിന്ന് ദൈവമാണ് എന്നെ സൂക്ഷിക്കുന്നത്. അവൻ എന്റെ പരിചയമാണ്. आज की सुबह हम में से कितने लोग विश्वास करते हैं कि मुझे नाश करने के लिए, विश्वास को परखने के लिए, आशीषों को रुकावट डालने के लिए जो शत्रु कोशिशें करता है, उन सबसे परमेश्वर ही जो मुझे बचा लेता है। യഹോവയിൽ ആശ്രയമായിരിക്കുന്ന, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ദൈവമേ, ദൈവജനമേ, ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, അവൻ നിന്റെ പരിചയമാണ്. परमेश्वर के ऊपर आश्रय या भरोसा रखने वाले परमेश्वर के जन, मैं बताना चाहता हूँ, परमेश्वर आपके लिए ढाल या आपकी सुरक्षा है। ദാവീദ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. യഹോവ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏറെ കുലുങ്ങുകയില്ല. दाऊद के उन शब्दों को ध्यान दे जिसमें वो कहता है कि परमेश्वर मेरी ओर है, इसलिए मैं कभी ना घबराऊंगा, ना कभी डरूंगा। സമയം മുൻപോട്ട് കടന്നു പോകുന്നില്ല. വായിക്കാം നമുക്ക് Proverbs 35. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീതിവചൻ 30:5. ദൈവത്തിന്റെ സകല വചനങ്ങളും ശുദ്ധിയുള്ളതാകുന്നു. അതിനാശ്രയിക്കുന്നവർക്ക് അവൻ പരിചയപ്പെട്ടേ. ईश्वर का एक एक वचन ताया हुआ है, वह अपने शरणागतों की ढाल ठहरा है। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതോ ദാവീദിന്റെ മകനായ സൊലൊമോൻ ദൈവസഭയിൽ പ്രസ്താവിക്കുന്ന തന്റെ പിതാവിൽ നിന്നുള്ള സാക്ഷ്യമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നതോ. और यहाँ पे हम देख सकते हैं दाऊद का पुत्र जो शलमोन है, वो उसके उस गवाही को या उसके गवाह को यहाँ पे प्रस्तुत करता या दिखाता है। എന്നാൽ നമ്മൾ വായിച്ചതോ ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. और वचन इस प्रकार कहता है, परमेश्वर का एक एक वचन ताया हुआ है, वो अपने शरणागतों की ढाल ठहरा है। ദൈവവചനം നീ ദൈവസഭയിൽ വിളിച്ചു പറയണം, കണ്ണുനീരോട് പറയണം, വിശ്വാസത്തോട് പറയണം, ദൈവമേ നീ എന്റെ പരിചയമാണ്. और आज हमें आंसुओं के साथ प्रार्थना करना और चिल्लाते हुए कहना है कि तू मेरा शरणागत है या मेरी ढाल है। പരസ്യമായി നിന്നെ തകർത്തു കളയുവാൻ ശത്രു ചെയ്യുന്ന ഒരു തീയപ്പും നിന്നെ തൊടാതെ വണ്ണം സംരക്ഷിക്കുവാൻ ദൈവം നിന്റെ പരിചയത്തിന് മുൻപിലുണ്ട്. एकांत में आपको नाश करने के लिए शत्रु की एक भी चाल या हथियार से आपको बचाए रखने के लिए परमेश्वर ढाल बन के आपके सामने हमेशा खड़ा रहता है। ദൈവജനമേ, പലപ്പോഴും നാം ദൈവവചനത്തിൽ കേൾക്കുന്നത് പോലെ തലയിലെ ഒരു മുടി പോലും ദൈവം എന്നെ തിട്ടപ്പെടുത്തിയതെങ്കിൽ നീ എത്ര വലിയതാണ് ദൈവസന്നിധിയിലെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. और एक बार सोच के देखे, जैसा वचन कहता है कि हमारे सर के बाल को परमेश्वर ने गिन रखा है, तो उसके लिए परमेश्वर के लिए हम कितने महत्वपूर्ण व्यक्ति हैं। ലോകം കാണുകെ നിന്നെ നിന്ദിക്കുന്നവർ, നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ, നിന്നെ കുറ്റപ്പെടുത്തുന്നവർ മുൻപാകെ ദൈവം നിന്നെ മാനിക്കും. അവൻ പരിചയമായി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. और जो संसार आपको मजाक उड़ाता है, आपको हंसी में उड़ाता है, आपका ठट्टा करता है या आपके ऊपर दोषारोपण करता है, उन सब के सामने परमेश्वर आपकी ढाल है। ദാവീദ് അനേക കാര്യങ്ങൾ
പറയുന്നത് നമുക്ക് 18ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവന്റെ ഗോപുരമാണ്, എന്റെ രക്ഷയാണ്, എന്റെ പലകയാണ്, എന്റെ പരിചയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാവുന്ന സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പറയുവാൻ, എന്തെല്ലാം കാണിക്കുവാൻ കഴിയുമോ അതെല്ലാം ദാവീദ് പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ടോ? वचन 18 उसके 1 और 2 में दाऊद के द्वारा कहे गए बहुत सारी बातों को देख सकते हैं। मेरी चट्टान, मेरा ऊंचा गढ़, मेरा छुड़ाने वाला, मेरा ईश्वर, शरणागत, मुक्ति का सिंह। परमेश्वर की सुरक्षा के विषय में जो कुछ बोल सकता है वो सारी बातें हम देख सकते हैं। ജീവിത അനുഭവത്തിൽ അത് പ്രാപിക്കുന്നവനാണ് യഥാർത്ഥമായ ജീവിതത്തിൽ ആശ്രയിക്കുന്നവനെന്ന് നമുക്ക് കാണുവാൻ കഴിയും. लेकिन जीवनों के अनुभव से जो उसे प्राप्त करते हैं सही मायने में वही परमेश्वर भरोसा रखते हैं, ऐसा हम वहां पे देख सकते हैं। വായിക്കുന്ന നമുക്ക് ദാനിയേൽ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 17 and 18. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. हमारा परमेश्वर जिसकी हम उपासना करते हैं वह हमको उस धधकते हुए भट्टे की आग से बचाने की शक्ति रखता है। वरन हे राजा, वह हमें तेरे हाथ से भी छुड़ा सकता है, परंतु यदि नहीं तो हे राजा, तुझे मालूम हो कि हम लोग तेरे देवता की उपासना नहीं करेंगे और ना तेरी खड़ी कराई हुई सोने की मूरत को दंडवत करेंगे। തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ വാക്യം എത്ര അർത്ഥവത്തായ നിലയിലാണ് ഈ ഭാഗത്ത് വെളിപ്പെട്ടിരിക്കുന്നത്. और उसके शरणागत या उस पर जो भरोसा रखते हैं उनके लिए वो ढाल है, उसके बारे में ये वचन कितने अच्छे रूप से हमें समझाता है। എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവന്റെയും മരണത്തിന്റെയും മധ്യ നിൽക്കുകയാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ. अभी इस वक्त हम इस वचन में देख सकते हैं जीवन और मृत्यु के बीच में खड़े हैं शद्रक, मेशक और अबेदनगो। നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണമെന്നുള്ള വിളംബരം രാജ്യം മുഴുവനും ഉണ്ടായിരിക്കുന്നു. और नबूकदनेस्सर द्वारा खड़ी गई वो सोने की मूरत के आगे सबको दंडवत करना, ऐसा एक राजपत्र निकला था। ജീവനിൽ കൊതിയുള്ള എല്ലാവരും കുഴൽ, തമ്പുരു, വീണാനാദം എന്നിവ മുഴങ്ങുമ്പോൾ കുമ്പിട്ട് നമസ്കരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. और वो वहां के सारे लोग जब नरसिंगे फूके जाएंगे या तुरी फूकी जाती है तो तुरंत उसको दंडवत करने के लिए तैयार खड़े हैं। ആ സമയത്താണ് തങ്ങളുടെ ജീവനെ തുച്ഛീകരിക്കുന്ന, ജീവനെ ത്യജിക്കുന്ന 3 യുവാക്കന്മാർ മുൻപോട്ട് വന്നിട്ട് നെബൂഖദ്നേസർ രാജാവിനോട് പറയുന്നത്. और उस वक्त हम देख सकते 3 नवयुवक जो अपने जीवन से प्रेम ना करते, वो उस बात को तिरस्कृत करते, वो उनके सामने आके खड़े होते हैं। അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ഹല്ലേലൂയ സ്നേഹിക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. और इस प्रकार कहते हैं कि जिसकी हम उपासना करते या जिसकी हम सेवा करते उसके अलावा हम किसी और को दंडवत नहीं करेंगे। അതിന്റെ കാരണത്താൽ നീ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ നീ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കത്തില്ല. और इसके कारण यदि तू हमें मृत्यु भी दे दे या मृत्यु दंड भी दे दे तो भी हम इस बात से पीछे नहीं हटेंगे। റിസൾട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ 3 പേരെയും കൈയും കാലും കെട്ടി തീയുടെ ആ കുണ്ടത്തിലേക്ക് എറിയുവാൻ തക്കുന്നിടയായി. और उसके अंत को हम देख सकते हैं कि उनके हाथ पैरों को बांधकर उस अग्निकुंड में उन्हें डाल दिया जाता है। ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പരിചയായി ഹല്ലേലൂയ അവൻ മുന്നമേ തീക്കകത്തിറങ്ങിയത് കൊണ്ട് തീയുടെ ആശക്തി ഹല്ലേലൂയ ഇവരുടെ രോമത്തെ പോലും ഏശാതെ വണ്ണം സ്വർഗ്ഗം പരിപാലിച്ചത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. और उन तीनों के वहां पे पहुंचने से पहले परमेश्वर वो उस आग में उतरता है और उनके एक रोए तक को कोई नुकसान ना पहुंचे, उस प्रकार की एक व्यवस्था स्वर्ग वहां पे करता है। നിന്റെ വിശ്വാസം തെറ്റല്ല, നീ ആശ്രയിക്കുന്ന ദൈവം ഹല്ലേലൂയ ഫേക്ക് അല്ല. ഹല്ലേലൂയ നീ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്, സത്യദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അവൻ നിന്നെ സംരക്ഷിക്കുവാൻ മതിയായ ദൈവമെന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. और आज की सुबह में और आप इस बात को ना भूलने पाए कि जो इस परमेश्वर की हम आराधना करते हैं, जिसकी हम उपासना करते हैं, वो कोई फेक या फिर कोई एक झूठा परमेश्वर नहीं, लेकिन वो हमारी सुरक्षा करने में सामर्थ्य परमेश्वर है। അവൻ നമ്മുടെ പരിചയായ ദൈവമാണ്. वो हमारा शरणागत या हमारी ढाल है। നിന്റെ പിതാവിനോ മാതാവിനോ നിന്റെ സഹോദരങ്ങൾക്കോ നിന്റെ ശുശ്രൂഷകനോ നിന്റെ വിശ്വാസികൾക്കോ കഴിയാതിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഇന്നും പകൽ നമ്മോട് കൂടെ ഉണ്ട്.
हो सकता है जब आपके माता पिता भाई आपके पासवान आपके विश्वासी आपकी मदद करने में असमर्थ होते होंगे, देख नहीं पाते होंगे, लेकिन हमेशा साथ रहने वाला परमेश्वर आज सुबह आपके साथ है। സമയം മുൻപോട്ട് പോകുന്ന ഞാൻ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. समय काफी आगे बढ़ गया, मैं अपने शब्दों को विराम दूंगा। ദാനിയേലിനെ സിംഹക്കുഴിയിലിടുമ്പോഴും ദൈവം മുന്നമേ അവിടെ പ്രത്യക്ഷപ്പെട്ടു. दानियल को जब उस सेव के मान में डाला गया, परमेश्वर उससे पहले वहां पहुंच गया। വിശന്ന് കിടക്കുന്ന സിംഹങ്ങൾ ദാനിയേലിനെ തൊടാതെ വണ്ണം അവിടെ വായടച്ചു കളഞ്ഞ ദൈവം. और जो भूखे शेरों का मुंह जिस परमेश्वर ने उसे बंद कर दिया, അവിടെ അവൻ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पे भी परमेश्वर प्रत्यक्ष रूप से आता हम देख सकते हैं। ദൈവജനമേ, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്നെ നിങ്ങളെ സംരക്ഷിക്കേണ്ടതോ ഹല്ലേലൂയ ഞാൻ നിങ്ങൾ നിലനിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതോ ദൈവഹിതമാണെങ്കിൽ ഏതൊരർത്ഥത്തിൽ കൂടെ കടന്നുപോയാലും നമ്മെ വിടുവിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. प्रभु के लोगों, मुझे और आपको सुरक्षित रखने के लिए और आप परमेश्वर के लिए स्थिर रहते हुए उसे प्रसन्न करते हैं, यही उसकी हित में है। तो फिर चाहे कैसी भी मुसीबत से होते हुए गुजरे, उसे छुड़ाने वाला परमेश्वर स्वर्ग में है। യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 21 വേഴ്സ് 5 ഇങ്ങനെ പറയുന്നു, നിന്റെ പരിചയ്ക്ക് എണ്ണ പൂശുവിൻ. यशायाह 21 उसका 5। भोजन की तैयारी हो भोजन की तैयारी हो रही है, पहरूप बैठाए जा रहे हैं, खाना पीना हो रहा है। हे हाकिमों, उठो, ढाल में तेल मलो। ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചത് ദൈവം നമുക്ക് പരിചയമാണ്. उत्पत्ति की किताब में हम देखा परमेश्वर हमारी ढाल है। എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് വിശ്വാസം എന്ന പരിചയപ്പെടുന്നു. और जब हम नए नियम में आते हैं इफिसियों में, हम देख सकते हैं विश्वास ही जो है वो हमारी ढाल है। ദൈവജനമേ, നമ്മുടെ വിശ്വാസം തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. क्या आज हमारा विश्वास जो है वो उसे जंग लग चुका है? വിശ്വാസത്താൽ ജീവിതം ആരംഭിച്ചവരല്ലേ ഞാൻ നിങ്ങൾ. विश्वास के साथ मैंने और आपने अपने जीवन की शुरुआत करी थी। കഴിഞ്ഞ പല നാളുകളിലും വിശ്വാസത്തിന്റെ അദ്വിതീയങ്ങൾ ഹല്ലേലൂയ നാം കടന്നുപോയി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. और हम जो पिछले दिनों में विश्वास के द्वारा ही अनेक उन बातों से होकर गुजरे हैं, क्या हमें याद है? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്കൊരു അതിരി കവിഞ്ഞ വിശ്വാസം ഉണ്ടാകട്ടെ. और मुझे सुनने वाले परमेश्वर के जन, हमें और अधिक विश्वास हमारे अंदर होने पाए। നമുക്ക് നമ്മുടെ പരിചയಕ್ಕೆ എണ്ണ പൂശാം. आइए हम अपने ढालों को चमकाएं और उसे साफ करें। ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ പരിചയം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. और इस युद्ध के समय जाते हुए विश्वास की उस ढाल को ले आने के लिए यिर्मयाह की किताब उसके 46-3 में हम देख सकते हैं। നമ്മുടെ തലകൾ ദിവസം വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. हम अपनी आंखों को बंद करें और प्रार्थना करें। हालेलुया, थोड़ी देर हालेलुया എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. हालेलुया, सभी लोग प्रार्थना कीजिए कि मेरा हालेलुया शील्ड हालेलुया परमेश्वर मुझे दिया है. हालेलुया, അവൻ എനിക്ക് തന്ന പരിചയം, അവന്റെ പരിചയമായി എന്നോട് കൂടെ ഉണ്ടോ. ഏത് അപകടത്തിലും ഏത് അനർത്ഥത്തിലും ദൈവം എനിക്ക് സഹായമായി കൂടെ ഉണ്ടോ. हालेलुया.